അരുൺ, ഇന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് ഈ ലഹരിക്കടത്തിന് CPM രക്ഷാകർതൃത്വം നൽകുന്നുവെന്നാണ്. മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിനു പിന്നിൽ SFI ആണ്, SFIയെ പിരിച്ചുവിടുക തന്നെ വേണം എന്നാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് നോക്കണം. ഇന്നലെ രാവിലെ മുതൽ അവർ ഈ വിഷയം മുഴുവൻ SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങ് തന്നെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ KSUക്കാരാണ് എന്ന രൂപത്തിലാണ്. ഇന്നലെ ഉച്ചവരെ ഈ സംഭവം മുഴുവൻ SFIയുടെ തലയിലാണ് വെച്ചത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതുപോലെ തന്നെ മറ്റൊരു മുറി S39, അതിൽ ഒരാൾ KSUക്കാരനും ഒരാൾ SFIയുടെ പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വിജയിച്ച ആളുമാണ്. ഈ സീസിംഗ് നടക്കുമ്പോൾ അദ്ദേഹം ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് വന്നിരിക്കുന്നു, പരിശോധന നടക്കുന്നു എന്നറിയുമ്പോൾ ആ റൂമിലേക്ക് വരുന്നു, അദ്ദേഹത്തെയും പ്രതി ചേർക്കുന്നു. അത് ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം ഈ വിഷയം SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നടത്തുന്ന ഗൂഢാലോചന. ഒരാൾ പറയുന്നു SFIയെ പിരിച്ചുവിടണം. പാർലമെന്റിൽ പോലും ഹൈബി ഈഡൻ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത് SFIയെ പിരിച്ചുവിടണം. ഇന്ത്യൻ പാർലമെന്റിൽ പോയി പറഞ്ഞത് എന്താണ്? SFIയോട് മാത്രം ഇത്ര വിരോധം? എനിക്കറിയാം. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാൻ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് SFI അല്ലേ? ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള ശ്രമങ്ങളെ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി വലിയ രൂപത്തിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തി ക്യാമ്പസുകളെ സംരക്ഷിക്കുന്നതും മികച്ച ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും എല്ലാം SFI ആണ്. അപ്പൊ SFIയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയും ആക്രമണ പരമ്പരയും നടക്കുകയാണ്. എനിക്കുള്ളൊരു ചോദ്യം, ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിയൻ ആരുടേതാണ്? അവിടെ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അറിയേണ്ടിയിരുന്ന ഒരു സംഘടന SFI കൂടിയല്ലേ? ആ SFIയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാവായ അഭിരാജ് ഇന്നലെ ഈ അറസ്റ്റ് നടന്നു കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതുണ്ട്. ആ പ്രതികരിച്ചത് കൂടി നമുക്കൊന്ന് കണ്ടുവരാം. എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, എന്താ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിന്റെ റൂമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ റൂമല്ല സാറേ, എന്റെ റൂം മേളില. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള നാളെ കോളേജിൽ പരിപാടിയൊക്കെ യൂണിയനാണ് ഞങ്ങൾക്ക് എന്താ വേണം, ഈ യൂണിയനാണ് വലുത് പോലീസുകാരാണ് വലുത്. അങ്ങനെയൊക്കെ കുറെ എന്റെ അടുത്ത് പോലീസുകാർ എന്താ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്താ ഇത് പോലീസുകാർ എന്നെ വിളിച്ചിട്ട് മേലോട്ട് എന്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് നിന്റെ റൂമാണോ, നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ. അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കബോർഡിലൊന്നുമില്ല, എന്റെ ഷർട്ടിലൊന്നുമില്ല, എന്റെ പാന്റിലൊന്നുമില്ല, ഞാൻ ഇവിടെ കയറി വന്നു, എന്റെ ദേഹം പരിശോധിച്ചു, എന്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ഈ അഭിരാജിനെ എന്തിനാണ് അരുൺ ഇന്ന് SFI സസ്പെൻഡ് ചെയ്തത്? നമ്പർ 2, ഈ ഹോസ്റ്റലിൽ 500 രൂപയ്ക്ക് കൊടുക്കേണ്ട കഞ്ചാവ് 300 രൂപയ്ക്കടക്കം പ്രീ ബുക്കിംഗ് സെയിൽ നടത്തി, വലിയ രീതിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടത്തിയ മഹാമേള നടത്തിയ വിവരം ഈ യൂണിയൻ ഭരിക്കുന്ന SFI യൂണിയൻ ഭരിക്കുന്ന പോളിടെക്നിക്കിലെ ഒരു SFI നേതാവും അറിഞ്ഞില്ലെന്ന് വേണമോ കരുതാൻ? ഇത് യൂണിയൻ ഭരിക്കുന്നത് SFI ആണ്. അതിനൊരു തീരുമാനമായി. ഓരോ തെരഞ്ഞെടുപ്പും വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ക്യാമ്പസാണ് കളമശ്ശേരി പോളിടെക്നിക്. SFIയും KSUവും എല്ലാം മാറി മാറി വിജയിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ റൂം അലോട്ട് ചെയ്യുന്നത് SFI അല്ലല്ലോ. ഹോസ്റ്റലിൽ റൂം അലോട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പളും ഹോസ്റ്റൽ മേറ്ററിനും അടക്കം ഒരു പ്രത്യേക കമ്മിറ്റിയാണ്. ഇവിടെ പല റൂമുകളും സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് റൂം കൊടുക്കുന്നത്. ആ റൂമിൽ ആരെങ്കിലും എന്തെങ്കിലും പൊതി കൊണ്ടുവച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും കോളേജ് യൂണിയൻ ഭാരവാഹികൾ അറിയണമെന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സംസാരിക്കട്ടെ. ആ ഫോട്ടോ അടക്കം നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. SFI പോലൊരു സംഘടന ഭരിക്കുന്ന ഒരു ഹോസ്റ്റലിൽ, ഒരു കോളേജിൽ, ആ കോളേജ് ഹോസ്റ്റലിൽ പ്രീ ബുക്കിംഗ് സെയിൽ അടക്കം നടത്തി വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പന പുറത്തുള്ള വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് നടത്തുന്ന വിവരം SFIയുടെ യൂണിയൻ പ്രതിനിധികൾ അറിഞ്ഞില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ KS അരുൺകുമാർ? എന്താ ഉറക്കം വരുന്നു. അതായത് ഈ കോളേജ് ഹോസ്റ്റൽ ഭരിക്കുന്നത് SFI അല്ല. താങ്കൾ വീണ്ടും ആ പ്രയോഗം നടത്തരുത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ
ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. അവിടെ ഒരു ഏകപക്ഷീയമായി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമുള്ള ക്യാമ്പസ് അല്ലല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എല്ലാ യൂണിറ്റുകളും ശക്തമാണ്. ഇപ്പൊ KSUവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും മറ്റു കാര്യങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ രഹസ്യമായി എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കുട്ടികൾ ഏർപ്പെട്ടാൽ അത് യൂണിയൻ ലീഡർഷിപ്പ് അറിയണമെന്നില്ല. അത് ശരി. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സെർച്ച് നടക്കുമ്പോഴും ഈ കോൺട്രബാൻഡ് ആർട്ടിക്കിൾ കണ്ടുപിടിക്കുമ്പോഴും അഭിരാജ് ആ റൂമിലില്ല. അഭിരാജ് വിവരമറിഞ്ഞ് പോലീസും എക്സൈസ് ഒക്കെ വന്നിരിക്കുന്നു, 10-20 ജീപ്പ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ബൈറ്റ് കാണിച്ചല്ലോ, അദ്ദേഹം ആ വിവരം അറിഞ്ഞ് അങ്ങോട്ട് വരുന്നു. അപ്പോ സീസിംഗ് നടക്കുമ്പോൾ ആ റൂമിലില്ലാത്ത അഭിരാജിനെ പോലീസ് പ്രതിയാക്കുന്നു. എന്നാൽ അഭിരാജ് ആ റൂമിലില്ല, സെർച്ച് ചെയ്യുമ്പോഴൊന്നുമില്ല, സംഭവം അറിഞ്ഞ് പിന്നീട് വരുന്നു, അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിശക്തമായി തന്നെ പോലീസ് ഈ വിഷയത്തിൽ അവിടെയാണ് എന്റെ സംശയം. അതിലാണ് പോലീസിന് ഒരു വിരോധം. ഈ അരുൺകുമാറിന് 9 ഗ്രാം ക്ഷമിക്കണം, ഈ 9 ഗ്രാം കണ്ടെത്തിയ അഭിരാജിന്റെ കാര്യത്തിൽ അരുണിന്റെ അഭിപ്രായം എന്താ? ഇന്ന് SFI എന്തിനാ ഈ അഭിജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അഭിരാജിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അരുൺ ഇല്ല, അഭിരാജിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള പ്രയോഗം തെറ്റാണ്. ഇന്നലെ അവിടെ SFIയുടെ യൂണിറ്റ് സമ്മേളനമായിരുന്നു. ഓരോ അധ്യയന വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് യൂണിറ്റ് സമ്മേളനം. അപ്പൊ മാർച്ച് മാസം 31 ക്ലാസ്സുകളെല്ലാം തീരും. അദ്ദേഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ആ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെല്ലാം സ്വാഭാവികമായിട്ട് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും. സെക്കൻഡ് ഇയർ കുട്ടികളെ അതിലേക്ക് സെലക്ട് ചെയ്യും. ആ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾക്ക് ഭാഗമായി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോഴാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത്. സ്വാഭാവികമായി ആ യൂണിറ്റ് സമ്മേളനത്തിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഒഴിവാക്കും, അദ്ദേഹത്തെ ഒഴിവാക്കി. ബെസ്റ്റ്. പിന്നെ ഇത്തരത്തിലൊരു ആരോപണം വന്നു, ഏതായാലും അദ്ദേഹം പ്രതിയായി. സ്റ്റേഷൻ ജാമ്യം കിട്ടിയാലും പ്രതിയാണ്. SFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ഒരു പ്രതിയായ ആളെ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ആ തരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്, അല്ലാതെ സസ്പെൻഷനോ അല്ലെങ്കിൽ അതല്ല. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ.